ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാശി ഗിഫ്റ്റൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്കിന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ശ്വേതക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, 18 വയസ്സാവാണ്. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചവർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതാണ് ശ്വേത, ഇത് കല്യാണി. രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ചേട്ടത്തി അനിയത്തിമാരാണ് കേട്ടോ. അപ്പം മണിക്കൂട്ടിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിവാവയാണെങ്കിൽ ബർത്ത്ഡേ ഗേളിനെ പോലെ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ജാടയായി ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പൊന്നും നോക്കത്തില്ല, ഏത് പാട്ടിനും നമ്മുടെ സ്റ്റെപ്പുണ്ട്. ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും നമ്മൾ കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് കാശിക്കങ്ങ് ഇളകി. ശ്രീമോൻ്റെ കൈ വലിച്ചൂരി എടുക്കുന്ന പോലെയാണ് അവൻ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ചേച്ചി പറഞ്ഞു അങ്ങനെ വലിക്കാറാന്നും പറഞ്ഞ് ചേച്ചി അങ്ങ് എടുത്തേ. അപ്പോൾ ദാസേട്ടനാണെങ്കിൽ കാശി എപ്പോൾ കണ്ടാലും ഇങ്ങനെ എടുക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദാസേട്ടനെ. അപ്പം ഞാൻ ഈ ഒരു പരിപാടി കയറി വന്നപ്പോൾ അതെല്ലാം കണ്ടില്ല ഇവിടെ പാചകം ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം വലിയ ക്രെഡിറ്റോടെ നിന്ന് ദാസേട്ടനും ചേച്ചി ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ടേസ്റ്റൊക്കെ നോക്കുമായിരുന്നു. അവിടെ നിന്ന് മണിയമ്മയാണ് കേട്ടോ ചിക്കൻ കറി വെച്ചത്. എന്നിട്ട് അവരവരുടെ ക്രെഡിറ്റ് വാങ്ങിക്കാൻ വേണ്ടി അവർ ചുമ്മാ ഇളക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കൊണ്ട് വെച്ചു. നമ്മൾ അതിന് മുമ്പ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശ്വേതയുടെ. അപ്പോൾ ഞാനാണെങ്കിൽ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. പക്ഷേ ലോങ് വീഡിയോയ്ക്കുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം ഞാൻ ചുരുക്കിയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ബർത്ത്ഡേകൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി എല്ലാവരും കേക്ക് കട്ട് ചെയ്തു. അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ വായി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാമ്മ വന്ന് അമ്മാമ്മയ്ക്ക് വായി വെച്ച് കൊടുക്കുന്നു. പൊടിവാവയാണെങ്കിൽ ഒരു കത്തിയും കൊണ്ട് നിൽക്കുവാണ് ഞങ്ങൾ വന്ന സമയം തൊട്ടേ. അവൾക്കാണെങ്കിൽ അത് കട്ട് ചെയ്തോളാൻ വയ്യാതെ നിൽക്കുവാണ്. ലാസ്റ്റ് അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാശിക്കാണെങ്കിൽ ഭയങ്കര നാണം, ഫോട്ടോ എടുക്കണമെന്നും കൂടെ പറയുമ്പോഴത്തേക്ക് നാണം കാരണം അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിള്ളേർക്കെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. സ്വന്തം ബർത്ത്ഡേ ആകുമ്പോഴാണ് വലിയൊരു ത്രില്ല് നിൽക്കുന്നത്. വേറൊരാളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ചമ്മലും ഒരു നാണവും ഒക്കെയാണല്ലോ വരുന്നത്. അപ്പം അരുൺ ചേട്ടനൊക്കെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് തോന്നുന്നു കേട്ടോ വന്നത്. ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ നേരം അവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റും കൊടുത്ത് കേക്കും ഒക്കെ വാങ്ങിച്ച് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കുറച്ചേ ഉള്ളൂ, ഞാനല്ലേ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് എന്നെ അധികം കാണിക്കുന്നില്ല ഈ വീഡിയോസിനകത്തിലൊന്നും. അപ്പോൾ ഞാനതൊന്നും അത്ര ശ്രദ്ധിച്ചതുമില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ത്രില്ലായിരുന്നു. അപ്പോൾ ശ്വേതയ്ക്ക് ദാസേട്ട ഒരു കമ്മലാണ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. അതൊക്കെ അന്നേരം കൊടുത്തു. പിന്നെ വൃന്ദേസിപ്പിനും പിള്ളേരും എല്ലാം കൂടെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ പിള്ളേർക്ക് കേക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. പിന്നെ അവൾ കട്ട് ചെയ്ത് കൊടുത്തു. പൊടിവാവ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കേക്ക് കട്ട് ചെയ്ത് അവളും കഴിച്ച് ശ്വേതയ്ക്കും വെച്ച് കൊടുക്കുവാണ്. ശ്വേതയുടെ ബർത്ത്ഡേക്ക് പൊടിവാവ കട്ട് ചെയ്ത് വായി വെച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിയിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ട ഫുഡ് കഴിച്ചത്. അപ്പോൾ ശ്രീമോനെ പിടിക്കുകയോ എടുക്കുകയോ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചും മിഥുൻചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ടാറ്റാ ബൈ സി യു ഒക്കെ പറഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങുവാണ്. അപ്പോൾ ദാസേട്ടൻ പറയുവാണ് ഇവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങ് പോകുന്നേ.